ഒരു ഗ്ലാമർ മണ്ഡലത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. എവിടേക്കാണ്? ബേപ്പൂരിലേക്കാണ്. ബേപ്പൂരിന്റെ സുൽത്താൻ ആരെന്ന ചോദ്യം മുഴങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ നാളുകളായി. പി വി അൻവറിന്റെ വരവോടെ പോരാട്ടത്തിന്റെ ചൂടും ചൂരും കൊഴിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ നോക്കാം, എല്ലാവർക്കും മനപ്പാടമാണ്. എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം ആരൊക്കെയാണ് ബേപ്പൂരിൽ പോരാട്ടത്തിനെത്തുന്നത് എന്ന്. പി എ മുഹമ്മദ് റിയാസ്, പി വി അൻവർ, കെ പി പ്രകാശ് ബാബു. നോക്കൂ, 3 താര സ്ഥാനാർത്ഥികളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ബേപ്പൂരിൽ വലിയ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ. എ കെ അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. എ കെ അഭിലാഷ്, ബേപ്പൂരിൽ ഇത്തവണ പൊട്ടിമാറും പോരാട്ടത്തിന് എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയമായും വ്യക്തിപരമായും തോൽപ്പിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി വി അൻവർ അവിടെ മത്സരത്തിന് വരുന്നത്. നമുക്കറിയാം, പ്രകാശ് ബാബു ബി.ജെ.പിയുടെ ഏറ്റവും വലിയ തീപ്പൊരി നേതാവ് കൂടിയാണ്. അപ്പോ വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന മണ്ഡലത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത് എ കെ അഭിലാഷിന്? മാധു, യാതൊരു സംശയവുമില്ല, പൊടിപ്പാറുന്ന പോരാട്ടമായിരിക്കും ബേപ്പൂരിൽ നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നമ്മുടെ ഇലക്ഷൻ എക്സ്പ്രസ് ബേപ്പൂർ മണ്ഡലത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ 2 ഭാഗത്തും വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബേപ്പൂരിലെ സുൽത്താൻ ആരായിരിക്കുമെന്ന് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നതാണ് വസ്തുത. അവിടെ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് ഉള്ളത്. പക്ഷേ അവിടെ പി വി അൻവറും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രബലനായ മന്ത്രി മുഹമ്മദ് റിയാസും മത്സരിക്കുമ്പോൾ അവിടെ ജയപരാജയങ്ങൾ 2 ഭാഗത്തേക്കും മറിയാനുള്ള സാധ്യതയാണ് കാണുന്നതാണ്. കാരണം നേരത്തെ പി വി അൻവർ നേരത്തെ തന്നെ അവിടെ സജീവമാവുകയും മണ്ഡലത്തിലെ വികസന മുരടിപ്പ് വലിയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് മന്ത്രി തന്നെ അവിടെ കൃത്യമായി രംഗത്ത് വരികയും അതിന് മറുപടി നൽകുകയും ചെയ്തപ്പോൾ അവിടെ വലിയ തരത്തിൽ ചെക്ക് വെച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീതി തന്നെയാണ് ഇപ്പോഴുള്ളത്. അതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള പോരാട്ടം അവിടെ നടക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-ന് വലിയ തരത്തിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ LDF-ന് കഴിഞ്ഞു എന്നതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയത്ത് ഇത്തവണത്തെ വിജയം ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. അവിടെ താഴെത്തട്ട് വരെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരിട്ട പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകാശ് ബാബു ആണ് അവിടെ NDA സ്ഥാനാർത്ഥി. 27,000-ഓളം വോട്ടുകൾ അവിടെ നിലവിൽ തന്നെ NDAക്കുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ നീക്കം BJP-യുടെയും NDA ക്യാമ്പുകളിലും സജീവമായി തന്നെ നടക്കുന്നു. അതായത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധു, ഓക്കെ, എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ബേപ്പൂരിലെ കണക്കുകൾ കൂടി നോക്കാം. സ്ഥാനാർത്ഥികൾ പോയതിനു ശേഷം മുന്നണികൾ സമാഹരിച്ച വോട്ടിന്റെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരും. പ്രിയ പ്രേക്ഷകരെ നോക്കൂ, 4 പതിറ്റാണ്ട്, ഏതാണ്ട് 82 മുതൽ ഇങ്ങോട്ട് ബേപ്പൂരിൽ ഇടതുപക്ഷത്തിനൊപ്പം മാത്രമാണ് വിധിയെഴുത്തുണ്ടായത്. അവിടെയാണ് വലിയ പോരാട്ടത്തിന് പി വി അൻവർ ചെന്നു നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ബേപ്പൂരിലെ കണക്കുകളിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയി പോകാം. ബേപ്പൂരിൽ 2021 എന്താണ് സംഭവിച്ചത്? LDF-ന് എത്ര വോട്ട് കിട്ടി? 82,165 വോട്ടുകൾ. UDF-ന് 53,418. മോശമല്ലാത്ത വോട്ടുകളുണ്ട് ബേപ്പൂരിൽ UDF-ന്. NDA-ക്ക് 26,267. കഴിഞ്ഞ തവണയും പ്രകാശ് ബാബു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷം 28,747 വോട്ട്. 28,747 വോട്ടാണ് കഴിഞ്ഞ തവണ പി എ മുഹമ്മദ് റിയാസിന് അവിടെ ബേപ്പൂർ മണ്ഡലത്തിൽ ഭൂരിപക്ഷം. ഇനി നോക്കൂ, തദ്ദേശത്തിലേക്ക് പോകാം നമുക്ക്. തദ്ദേശത്തിൽ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ വിധി എഴുതിയത് എങ്ങനെയാണ്? LDF-ന് 69,042 വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞതെങ്കിൽ UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 67,702. 2,000 വോട്ട് തികച്ചില്ല അവിടെ ഭൂരിപക്ഷം എന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 69,000, 67,000. NDA-ക്ക് 23,419 വോട്ടും തദ്ദേശത്തിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു. LDF-ന്റെ ലീഡ് നോക്കൂ, 1,340 വോട്ടുകൾ. 28,000 വോട്ടായിരുന്നു നിയമസഭയിൽ ഭൂരിപക്ഷമെങ്കിൽ തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ 1,340 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ബേപ്പൂർ മണ്ഡലത്തിൽ LDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തവണ നോക്കിയത് ഗ്ലാമർ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങളാണ് അല്ലെ? കുണ്ടറ മണ്ഡലം നോക്കി, പാലാ മണ്ഡലം നോക്കി, ഏറ്റവും ഒടുവിൽ ബേപ്പൂർ മണ്ഡലം കൂടി നമ്മൾ നോക്കിയിരിക്കുന്നു. തുടർ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ പോരാട്ടം കടുക്കുന്ന മണ്ഡലങ്ങളുടെ വിവരങ്ങളും കണക്കുകളും ഒക്കെയായി കാണാം.